മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ നമുക്കൊരു മെമ്മറി കാർഡ് ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. വെറുതെ ഒരു മെമ്മറി കാർഡ് ഉണ്ടാക്കുക മാത്രമല്ല, ഇതിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതും അതിനെ റിക്കവർ ചെയ്തെടുക്കുന്നതും പ്രാക്ടിക്കലായിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന മെമ്മറി കാർഡ്. ഈ മെമ്മറി കാർഡ് ഒരു ഡിജിറ്റൽ സ്റ്റോറേജ് ഡിവൈസ് ആണ്. അതായത് ബൈനറിയിലാണ് ഇതിൽ ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ബൈനറിയിൽ 0, 1 മാത്രമാണ് വാല്യൂസ് ആയിട്ടുള്ളത്. ഇവിടെ ഞാനൊരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ എടുത്തിട്ടുണ്ട്. ഈ കപ്പാസിറ്ററിലേക്ക് ഞാനൊരു LED ലൈറ്റ് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഈ LED ഓൺ ആവുന്നില്ല. ഓഫ് കണ്ടീഷനിലാണ് ഇപ്പോഴും തുടരുന്നത്. അടുത്തായിട്ട് ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിനെ 9 വോൾട്ടിൻ്റെ ബാറ്ററി ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ പോവുകയാണ്. കപ്പാസിറ്റർ ഫുള്ളായി ചാർജായി കഴിഞ്ഞതിന് ശേഷം ഈ LED നമുക്ക് ഒന്നുകൂടെ ഈ കപ്പാസിറ്ററിലേക്ക് കണക്ട് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ ഈ LED നന്നായിട്ട് തന്നെ കത്തുന്നുണ്ട്. ബാറ്ററി ഉപയോഗിച്ച് കപ്പാസിറ്റർ ചാർജ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ LED കത്തുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഒരു കപ്പാസിറ്ററിനെ ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്യാനും അത് വിട്ടുകൊടുക്കാനും കഴിവുണ്ട്. അങ്ങനെ കപ്പാസിറ്ററിനെ ഡാറ്റ സ്റ്റോറേജ് ഡിവൈസായിട്ട് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ചാർജായിട്ടുള്ള കപ്പാസിറ്ററിനെ 1 എന്നും ഡിസ്ചാർജ് ആയിരിക്കുന്ന കപ്പാസിറ്ററിനെ 0 എന്നും അസ്യൂം ചെയ്യാം. അങ്ങനെ ഒരു കപ്പാസിറ്ററിലേക്ക് 1 ബിറ്റ് ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഫ്രണ്ട്സ്, ഞാനിവിടെ 8 കപ്പാസിറ്ററുകൾ ഈ കാണിച്ചിരിക്കുന്ന സർക്യൂട്ട് പോലെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓരോ കപ്പാസിറ്ററും 1 ബിറ്റ് എന്ന രീതിയിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ 8 കപ്പാസിറ്റർ ആകുമ്പോൾ അവിടെ 1 ബൈറ്റ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പഠിച്ചവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, 1 ബൈറ്റ് എന്ന് പറയുന്നത് 8 ബിറ്റുകൾ ചേർന്നതാണ്. ഇനി ഈ കപ്പാസിറ്റർ മെമ്മറി കാർഡിലേക്ക് നമുക്കൊരു ഡാറ്റ സ്റ്റോർ ചെയ്യാം. ഞാനിവിടെ സ്റ്റോർ ചെയ്യാൻ പോകുന്നത് F3 എന്ന ഹെക്സാഡെസിമൽ വാല്യൂ ആണ്. ഈ ഹെക്സാഡെസിമൽ വാല്യൂവിനെ ഞാൻ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ബൈനറിയിലാണ് ഡിജിറ്റൽ സ്റ്റോറേജ് ഡിവൈസുകളിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഇനി ഒരു 9 വോൾട്ട് ബാറ്ററി എടുത്തതിന് ശേഷം അതിൻ്റെ നെഗറ്റീവ് ഈ മെമ്മറി കാർഡിലെ നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യണം. അതിനുശേഷം പോസിറ്റീവ് ടെർമിനൽ എടുത്ത് ഓരോ കപ്പാസിറ്ററിലേക്കും ആവശ്യമായിട്ടുള്ള വാല്യൂസ് നമുക്ക് ചാർജിങ്ങിലൂടെ സ്റ്റോർ ചെയ്യാം. ഇപ്പോൾ 1 എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് ചാർജ് ചെയ്യണം, 0 എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് ചാർജ് ചെയ്യരുത്. അപ്പോൾ ഇതിലെഴുതിയിരിക്കുന്ന വാല്യൂ പോലെ തന്നെ ആദ്യത്തെ 4 കപ്പാസിറ്റർ നമുക്ക് ചാർജ് ചെയ്യാം. 1000 മൈക്രോഫാരഡ് കപ്പാസിറ്ററാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ചാർജ് ചെയ്യാൻ ഇത്തിരി ടൈം വേണ്ടി വരുന്നത്. 0 വാല്യൂ വേണ്ട ഭാഗത്തുള്ള കപ്പാസിറ്റർ ചാർജ് ചെയ്യാതിരിക്കുക. അൺചാർജഡ് കപ്പാസിറ്റർ 0 ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ലാസ്റ്റത്തെ 2 കപ്പാസിറ്ററും 1 ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ 2 കപ്പാസിറ്ററും ചാർജ് ചെയ്യണം. ഈ മെമ്മറി കാർഡിലേക്ക് വളരെ സക്സസ്ഫുള്ളായിട്ട് തന്നെ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്തു. ഇനി സ്റ്റോർ ചെയ്ത ഡാറ്റ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ കണക്ട് ചെയ്ത LED ഓരോ കപ്പാസിറ്ററിലും കൊണ്ടുവന്ന് കണക്ട് ചെയ്യണം. ഇപ്പോൾ ഇവിടെ LED കത്തുന്നത് കൊണ്ട് 1 എന്ന് നമുക്ക് എഴുതാം. ഇനി LED അടുത്ത കപ്പാസിറ്ററിലേക്ക് കണക്ട് ചെയ്യാം. ഇപ്പോഴും LED കത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും നമുക്ക് 1 എന്ന് എഴുതാം. ഈ പ്രൊസീജിയർ തന്നെ ബാക്കിയുള്ള എല്ലാ കപ്പാസിറ്ററിലേക്കും നമുക്ക് റിപ്പീറ്റ് ചെയ്യണം.
ഫ്രണ്ട്സ്, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും എത്ര കണക്ട് ചെയ്തിട്ടും ഈ ഭാഗത്ത് LED കത്തുന്നില്ല. കാര്യം അത് അൺചാർജ്ഡ് കപ്പാസിറ്ററാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 0 എന്ന് എഴുതാം. ഇനി നമുക്ക് എൻ്റർ ചെയ്ത ഡാറ്റയും റിക്കവർ ചെയ്ത ഡാറ്റയും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഈ മെമ്മറി കാർഡിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുത്ത അതേ സെയിം ഡാറ്റ തന്നെയാണ് നമുക്ക് റിക്കവറായി കിട്ടിയിരിക്കുന്നത്. ഇനി പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിൽ നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്യുന്നതും അതിനെ റിക്കവർ ചെയ്യുന്നതും മാനുവലായിട്ടല്ല. അതിനാണ് CPU അഥവാ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഞാൻ അർഡിനോ ഉപയോഗിച്ച് ഒരു CPU ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് മൊഡ്യൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ അർഡിനോയിലേക്ക് ഒരു ഹെക്സാഡെസിമൽ വാല്യൂ കൊടുക്കുമ്പോൾ അതിൻ്റെ ഈക്വൽ ആയിട്ടുള്ള ബൈനറിയാക്കി കൺവേർട്ട് ചെയ്തു തരും. ഈ ബൈനറി വാല്യൂ ആണ് ഈ കപ്പാസിറ്റീവ് മെമ്മറി കാർഡിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. അർഡിനോ ബ്ലൂടൂത്ത് സീരിയൽ മോണിറ്ററിൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ എൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഹെക്സാഡെസിമൽ വാല്യൂസ് അർഡിനോയിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ A0 എന്ന ഹെക്സാഡെസിമൽ വാല്യൂസാണ് ഇപ്പോൾ അർഡിനോയിലേക്ക് കൊടുക്കാൻ പോകുന്നത്. വാല്യൂ കൊടുത്തതിന് ശേഷം ഈ മെമ്മറി കാർഡ് ഔട്ട്പുട്ട് പോർട്ടിലേക്ക് കണക്ട് ചെയ്യണം. ഈ കപ്പാസിറ്ററുകളൊക്കെ ചാർജ് ആകുന്നതുവരെ കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ മെമ്മറി കാർഡ് ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം ഈ അർഡിനോയിലെ ഇൻപുട്ട് പോർട്ടിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഈ LCD ഡിസ്പ്ലേയിൽ നമ്മൾ നേരത്തെ കൊടുത്ത അതേ ഹെക്സാഡെസിമൽ വാല്യൂ തെളിയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മാത്രവുമല്ല അതിൻ്റെ ഈക്വലായിട്ടുള്ള ഡെസിമൽ വാല്യൂസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി നമുക്ക് മറ്റൊരു ഡാറ്റ സ്റ്റോർ ചെയ്ത് നോക്കാം. അടുത്തതായിട്ട് ഞാൻ സ്റ്റോർ ചെയ്യാൻ പോകുന്നത് 55 എന്ന ഒരു ഹെക്സാഡെസിമൽ വാല്യൂ ആണ്. ഫ്രണ്ട്സ്, നമ്മൾ നേരത്തെ കൊടുത്ത 55 എന്ന വാല്യൂ ഇവിടെ ഡിസ്പ്ലേ ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. 00 മുതൽ FF വരെയുള്ള ഹെക്സാഡെസിമൽ വാല്യൂസ് നമുക്ക് ഈ മെമ്മറി കാർഡിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. കപ്പാസിറ്റർ കൊണ്ട് മെമ്മറി കാർഡ് ഉണ്ടാക്കുന്ന ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിൽ മറ്റൊരു നല്ല കിടിലൻ കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ജോമൻ. ദിസ് ഇസ് മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സ് സൈനിങ് ഔട്ട്.